യുവജനങ്ങളെ ഇന്നിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്നും അകറ്റുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഈ വിഷയത്തിൽ ഷെക്കൻ ന്യൂസ് പ്രതികരണം ആരാഞ്ഞു. തിരഞ്ഞെടുത്ത പ്രതികരണങ്ങളിലേക്ക്. നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾ ജനാധിപത്യ ഭരണക്രമത്തിൻ്റെ ഭാഗമാകാൻ മടിച്ചു നിൽക്കുന്നു എന്നുള്ളതിൻ്റെ കാരണങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രധാനമായും ഇന്ന് കണ്ടുവരുന്ന രാഷ്ട്രീയത്തിലെ ഇരട്ടത്താപ്പും കാപട്യവും യുവജനങ്ങളെ നിരാശരാക്കുന്നു എന്നുള്ളത് പരിഗണിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയാവുക, തിരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നൊക്കെയുള്ളതിൻ്റെ നിലവിൽ നമ്മൾ കണ്ടുവരുന്ന മാനദണ്ഡങ്ങളും യുവജനങ്ങൾക്ക് സ്വീകാര്യമല്ല. പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ജനകീയ വിഷയങ്ങൾ ഉയർത്തി സമരങ്ങൾ നടത്തുകയും തിരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിലെത്തിക്കഴിയുമ്പോൾ ജനവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് സാർവത്രികമായി കാണപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നത് യുവജനങ്ങളെ ഈ പൊതുപ്രവർത്തനത്തിൽ നിന്നും പിന്നോട്ടടിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. പൊതുവെ നമ്മുടെ രാഷ്ട്രീയ രംഗം മലീമസമാകുന്നതോടൊപ്പം ആദർശശുദ്ധിയുള്ള നേതാക്കന്മാരുടെ എണ്ണവും നമുക്ക് കുറഞ്ഞു പോകും. ഇത്തരത്തിലുണ്ടാകുന്ന അവമതിപ്പുകളും അതുപോലെ തന്നെ ആദർശശുദ്ധിയിലുണ്ടാകുന്ന കുറവുകളും യുവജനങ്ങളെ ഈ മേഖലയിൽ നിന്ന് അകറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. രണ്ടാമതായി മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മളുടെ ചെറുപ്പക്കാരെല്ലാം തൊഴിൽ തേടിയുള്ള യാത്രയാണ്. വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ തന്നെ ഇന്ത്യയിലെ ചെറുപ്പക്കാരെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം അവരുടെ വരുമാന മാർഗത്തെപ്പറ്റിയുള്ള അവരുടെ ചിന്തയാണ്. ആ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയിൽ അവർ ഓടുന്നത് കൊണ്ട് അവരുടെ സാമൂഹ്യ പ്രതിബദ്ധത തന്നെ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് വസ്തുത. മാത്രവുമല്ല, വരുമാനമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളുടെ നാടും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്നും അച്ഛനെയും അമ്മയും ആശ്രയിച്ചുകൊണ്ട് ഉപജീവനം കഴിയേണ്ട ഒരു സ്ഥിതി, അത് നമ്മുടെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അലോസരപ്പെടുത്തുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ തൊഴിൽ തേടിയുള്ള യാത്രയിൽ അവർ രാഷ്ട്രീയ രംഗത്തു നിന്നും മറ്റുള്ള സാമൂഹ്യപരമായിട്ടുള്ള ഇടപെടലിൻ്റെ മേഖലകളിൽ നിന്നും അവർ മാറി നിൽക്കുന്നു എന്നതും ഒരു വസ്തുതാപരമായൊരു കാര്യമാണ്. മൂന്നാമത്തെ മറ്റൊരു കാര്യം, രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമുക്ക് ഉയർന്നു വരണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഗോഡ് ഫാദറിൻ്റെ സഹായം ഉണ്ടാവണം. ഗോഡ് ഫാദറിൻ്റെ ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കും അനുസരിച്ച് നിൽക്കുന്നവർക്ക് മാത്രമേ സമീപ ഭാവിയിലൊക്കെ നമ്മുടെ ചരിത്രം പറയുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിൽ ഉദയം ചെയ്യാനും വളരാനും കഴിയുന്നുള്ളൂ എന്നുള്ളതാണ്. മാതൃകയാക്കാൻ കഴിയുന്ന നല്ല നേതാക്കന്മാരുടെ അഭാവം അത് കുറഞ്ഞു വരിക. ഇപ്പം നമ്മുടെ രാജ്യത്ത് മുൻകാലങ്ങളിലൊക്കെ നല്ല നേതാക്കന്മാരുണ്ടായിരുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ കണ്ട് മാതൃകയാക്കി മുന്നോട്ട് വരുന്ന ഒട്ടേറെ ആളുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. അതുപോലെ തന്നെയാണ് രാഷ്ട്രീയത്തിലെ അഴിമതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും അതോടൊപ്പം തന്നെ കൂട്ടത്തിൽ നിൽക്കുന്നവരെ സംരക്ഷിക്കുന്ന, എന്ത് തെറ്റ് ചെയ്താലും അവരെ സംരക്ഷിക്കുന്ന ഒരു സമീപനം, അതൊക്കെ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ യുവാക്കൾ കണ്ടിട്ട് അവർ ഇതിനെയൊക്കെ വെറുത്ത് മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ്. മറ്റൊന്നാണ് റിട്ടയർമെൻറ്റ്. രാഷ്ട്രീയത്തിൽ മാത്രം ഒരിക്കലും റിട്ടയർമെൻ്റ് ഇല്ല. രാഷ്ട്രീയത്തിൽ യുവാക്കൾ ഇതിലേക്ക് കടന്നു വരുമ്പോൾ അവർക്കൊരിക്കലും അവസരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ പ്രവർത്തനത്തിൽ വളരെയേറെ മുന്നോട്ട് കയറി വരുന്നുണ്ടെങ്കിലും അവർക്ക് അവസരങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ നല്ല കഴിവുള്ളവർ അതിൽ നിന്ന് തഴയപ്പെടുന്ന ഒരവസ്ഥ. യുവാക്കൾ രാഷ്ട്രീയത്തിലോട്ട് വരാത്തതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത്, അത്യാവശ്യം പഠിച്ച് നല്ല വിദ്യാഭ്യാസം നേടിയ ആൾക്കാരെല്ലാവരും വിദേശത്തോട്ട് പോയി അവർ നല്ല രീതിയിൽ ജീവിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ ജീവിച്ചാൽ അത്യാവശ്യം അവർക്ക് അവരുദ്ദേശിക്കുന്ന ജോലി കിട്ടുന്നില്ല, അവരുദ്ദേശിക്കുന്ന ഒരു കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ കുടുംബത്തെയും അവരുടെ ബാധ്യതകളൊക്കെ തീർക്കണമെന്നുണ്ടെങ്കിൽ അവർ വിദേശത്ത് പോയി ജോലി ചെയ്താൽ മാത്രമേ അവർക്ക് പറ്റുള്ളൂ. പിന്നെ ഇവിടെ നമ്മുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതുതലമുറകളാണെങ്കിൽ അവർ അവരുടേതായ ജീവിതം ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ലൈഫ് ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കണം. കാരണം അവർ ഫോൺ നോക്കിയും അവരിങ്ങനെ പഠിക്കാൻ പോകുന്ന സമയത്ത് അവർക്ക് കുടുംബത്തോടും അവരുടെ രാജ്യത്തോടും ഒരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലാണ്. ഇപ്പം നമുക്കറിയാം, രാത്രി കാലങ്ങളിലൊക്കെ പുറത്തിറങ്ങിയാലും എല്ലാ യുവാക്കളും ഈ പറഞ്ഞതുപോലെ നമുക്ക് പോലും ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് അവരിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യമില്ല. കാരണം അവരുടെ സുഖജീവിതം മാത്രം തേടി ഇങ്ങനെ നടക്കുകയാണ്.
അപ്പോൾ അതുകൊണ്ട് പുതുതലമുറകൾ ഇനി ഇതിലോട്ട് വരണമെങ്കിൽ നമ്മൾക്കിവിടെ അവർക്ക് വേണ്ടി നല്ല രീതിയിലുള്ള ക്ലാസ്സുകളും കോച്ചിങ്ങുകളും പിന്നെ നമ്മുടെ പുതിയ രാഷ്ട്രീയക്കാരൊക്കെ നല്ല രീതിയിൽ ഈ രാജ്യം ഭരിച്ചാൽ മാത്രമേ ഇനി നമുക്കിവിടെ ഒരു പുതു ജീവൻ ഉണ്ടാവുകയുള്ളൂ. ഞങ്ങൾ രാഷ്ട്രീയത്തിലൂടെ വരാത്തത് കുത്തകയായിട്ട് കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. അവർക്ക് ഇതൊരു കുത്തകയായിട്ട് ഒരു ജീവിത പ്രശ്നമായിട്ടാണ് അവർ നോക്കുന്നത്. യുവജനങ്ങൾ മുന്നോട്ട് വന്ന ഒരു നല്ലൊരു ഇന്ത്യ ഉണ്ടാവും. അവർക്ക് ഒരുപാട് കൺസെപ്റ്റും ഒരുപാട് ആശയങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ ഇവിടെ പ്രാവർത്തികമാക്കുന്ന യുവജനങ്ങൾ വേണ്ട. അതിന് പഴയ തലമുറയിലുള്ള ആൾക്കാരെല്ലാം മാറി നിൽക്കണം. എന്നിട്ട് പുതിയ ജനറേഷനെ നമ്മുടെ മുന്നോട്ട് കൊണ്ടുവന്ന ഇന്ത്യ നല്ലൊരു ഭാവിയിലോട്ട് എത്തും. ഇപ്പോഴത്തെ യുവജനങ്ങളെന്ന് പറയുന്നത് എല്ലാവരും വിദ്യാസമ്പന്നരാണ്. അവർ ഈ നേതാക്കന്മാരുടെ പല പ്രശ്നങ്ങളിലും അവർ ഇടപെടാറില്ല. പാർട്ടിയും യുവജനങ്ങളും തമ്മിൽ അകന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഈ നേതാക്കന്മാരുടെ ഓരോ പ്രവൃത്തികളിൽ യുവജനങ്ങളെല്ലാവരും അകന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് വിദ്യാസമ്പന്നമായി, അവർക്ക് ചിന്തിക്കാനുള്ള കഴിവായി അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ഈ പാർട്ടിയിലേക്ക് ജാഥയിലേക്കും ആൾക്കാരെ കിട്ടാതെ വരുന്നത്. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ പഠിച്ച് 10-12 ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അവർക്ക് എബ്രോഡ് പോകണം, പോയി പഠിക്കണം, അവിടെ ജോലി കിട്ടണം, അവിടെ സ്റ്റേ ചെയ്യണം. അതായത് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ യങ്ങർ ജനറേഷൻ ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇന്നത്തെ രാഷ്ട്രീയത്തിൽ പുതിയ തലമുറ, നല്ലൊരു തലമുറ വരേണ്ട ആവശ്യമുണ്ട്. എന്നിരുന്നാലും അങ്ങനെയുള്ളൊരു പുതിയ തലമുറയെ വാർത്തെടുക്കാനായിട്ട് ഇന്നത്തെ രാഷ്ട്രീയക്കാർക്കും സാധിക്കുന്നില്ല, അവരുടെ കുടുംബങ്ങൾക്കും സാധിക്കുന്നില്ല.